ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് കുടുംബസമേതം വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഇത് ചോട്ടു, ഇത് മീട്ടു. അപ്പോൾ രണ്ടുപേരും എൻ്റെ കൂടെ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യുന്നതെന്നല്ലേ ഇന്നത്തെ വീഡിയോ? ഈ വളകളുടെ നമ്മൾ നൂല് വെച്ച് മുട്ട് വെച്ച് റീസൈക്കിൾ ചെയ്യാൻ പോവാറ്. അപ്പം നമ്മൾ ഇന്ന് ഈ പഴയ വളകൾക്ക് പഴയ വള എന്ത് വള പഴയ വളയ്ക്ക് ഞങ്ങൾ പുതിയൊരു ലുക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് ഡ്രസ്സിനൊക്കെ മാച്ച് ആയിട്ട് പഴയ വളകളെ യൂസ് ചെയ്ത് തന്നെ പുതിയ വളയാക്കിയാലോ? ആക്കാം. അപ്പം ഞങ്ങൾ പുതിയ വളയാക്കിയിട്ട് വരാം. അപ്പോൾ എങ്ങനെയാണ് വള ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ട് വരണേ. ഇപ്പോഴേ ബായ് പറയാണോ? അത് ലാസ്റ്റ് പറയാം. അപ്പോൾ പോയി വീഡിയോ കണ്ടിട്ട് വരും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വള വെച്ചിട്ടാണ്. ഇതിലാകെ ഗ്ലൂയും കുന്തൻ സ്റ്റോൺസും പിന്നെ നമ്മുടെ ത്രെഡും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആദ്യം ഇതുപോലൊരു ബോർഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ത്രെഡിനെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ലെവൽ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ രണ്ട് സൈഡും ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാങ്കിളിലേക്ക് ഗ്ലൂ B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ എപ്പോഴും നല്ല ടൈറ്റായിട്ട് ചുറ്റാൻ ശ്രദ്ധിക്കണം. ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അറിയാമല്ലോ, അത് ഊരിപ്പോവും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു അൺഈവൻ ആയിട്ടുള്ള വളയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പൊങ്ങിയിരിക്കും. ആ ഒരു അപാകത എന്തായാലും അതിൽ ഉണ്ടാകും. ചെറുതായിട്ടൊരു ഡിഫറൻസ് കാണുള്ളൂ. അപ്പോൾ ഈ കുന്തനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഏറ്റവും ചെറുത്. അതിനെ ഞാനൊരു ഫ്ലവർ ഷേപ്പിൽ ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് എപ്പോഴും നമുക്ക് ഏത് ഡ്രസ്സാണോ അതിന് മാച്ചായിട്ട് അതിന് കളറിലുള്ള ത്രെഡ് എടുത്തിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാനിപ്പോൾ 6 ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തേക്കുന്നത്. കുറച്ചും കൂടി അടുപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഓരോ ഡിസൈൻസിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അധികം സമയമൊന്നും എടുത്തില്ല, ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് മുമ്പ് ഞാനിത് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെറിയ ബാംഗിൾസ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ വീതി ഒട്ടും ഇല്ലാത്ത നല്ല തിന്നായിട്ടുള്ള ബാംഗിൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം ആദ്യം B7000 ഗ്ലൂ ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്തത്. ഇനി അതിലേക്ക് നമ്മുടെ ത്രെഡ്, ഞാനിവിടെ ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്, ത്രെഡ് നമുക്ക് ചുറ്റിയെടുത്ത് അത് ഫുള്ളാക്കി എടുക്കാം. അങ്ങനെ ഞാൻ മൊത്തം 4 ബാംഗിൾസ് യൂസ് ചെയ്തിട്ട് 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ബാംഗിൾസിനെയും കൂടി ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാലം പോലെ മുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഞാൻ 2 2mm പേൾസിന് ഗ്ലൂ വെച്ചിട്ട് പേസ്റ്റ് ചെയ്തെടുത്തു ആദ്യം. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ആദ്യത്തെ വളയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 4 എണ്ണമാണ്, 4 മൊത്തം 8 2mm മുത്ത് യൂസ് ചെയ്തു. എന്നിട്ട് 4 സൈഡിലായിട്ട് വെച്ചെടുത്തു. ഇനി ഈ ഗ്ലൂ 4 എണ്ണത്തിലും കുറച്ചും കൂടി ഗ്ലൂ ചെയ്തിട്ട് മറ്റേ ബാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ബാലൻസ് വന്ന ത്രെഡ് ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പേൾസിൻ്റെ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചുറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതനുസരിച്ചാണ് വെച്ചേക്കുന്നത്. ഇനി അതിനെ നമുക്കിത് ഇതുപോലെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫുള്ള് ചുറ്റിയെടുക്കാം. അങ്ങനെ 4 സൈഡും നമ്മൾ ത്രെഡ് യൂസ് ചെയ്ത് ചുറ്റിയെടുത്തതിന് ശേഷം അത് നമ്മൾ വീണ്ടും ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കുമല്ലോ. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ വേസ്റ്റ് ആയിട്ട് വരുന്ന ത്രെഡെല്ലാം നമുക്ക് നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഫുള്ള് നമ്മൾ ചുറ്റിയെടുത്ത ശേഷം ഗ്ലൂ ഒക്കെ ചെയ്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് മാറ്റി വെച്ചു. ഇനി അടുത്ത് നമ്മൾ കോയിൻ എടുത്തേക്കുവാണ്. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ആ കോയിൻ്റെ മേളിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആ കോയിനിലേക്ക്
നമ്മുടെ കുന്തൻ സ്റ്റോൺസ് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കോയിനിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുന്തൻ സ്റ്റോൺസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 5 കുന്തൻ സ്റ്റോണാണ് ഈ ഡ്രോപ്പ് ഷേപ്പിലുള്ള എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിലേക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് നമ്മുടെ കോയിനിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നടുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കുന്തൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നത് ചോട്ടു ഒരു ചെറിയ പാട്ട് പാടുന്നതാണേ, ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന വളയിലേക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്ത ഈ കുന്തൻ്റെ ഈ ഫ്ലവറിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ മൊത്തം 4 ഫ്ലവേഴ്സാണ് ചെയ്തത്. 4 നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ സർക്കിൾ ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോണ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് 2 വളകൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് എല്ലാവരും അവരവരുടെ ഡ്രസ്സിന് മാച്ചായിട്ട് കോളേജിലേക്കും ഓഫീസിലേക്കൊക്കെ ഇതുപോലെ ഒരെണ്ണം ചെയ്ത് നോക്കി ഇട്ടുകൊണ്ട് പോണേ. അപ്പം ഞങ്ങളിതാ 2 വള ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേച്ചിക്ക്, മീട്ടു ചേച്ചിക്ക്. എവിടെ മീട്ടു ചേച്ചി വള കാണിച്ചിട്ട്? ഇത് മീട്ടു ചേച്ചിക്ക്, ഇത് ചോട്ടക്കുട്ടിക്ക്. ഇത് കണ്ടോ, അതാ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. 2 കൊണ്ടുപോയി കഴിട്ടോ. ഞാൻ ഇട്ടോളാം അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ വള? വള ഇഷ്ടപ്പെട്ടില്ലേ? നഹി ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് മീട്ടുവിന് വേണ്ടി ഉണ്ടാക്കിയത്, ഇത് ചോട്ടുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൽ നമ്മൾ 2ലും കുന്തൻ സ്റ്റോൺസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ചെറിയ റൗണ്ട് കുന്തൻ സ്റ്റോൺസാണ് യൂസ് ചെയ്തേക്കുന്നത്. കണ്ടോ, കിട്ടിയ സമയം കൊണ്ട് തന്നെ ഇതാ അതിനെ വലിച്ച് പറിച്ച് ചോട്ട് കളഞ്ഞ്. ഇച്ചിരി സമയം ചോട്ടുവിൻ്റെ കയ്യിൽ കൊടുത്തുള്ളൂ, അപ്പോഴത്തേക്കും ചോട്ടു അതിനെ ഇളക്കി കളഞ്ഞു. പിന്നെ ഇതാ ഇതിങ്ങനെ ഫ്ലവർ ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ഇത് ചോട്ടുവിനും ഇത് മീട്ടുവിനും. ഇഷ്ടമായോ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.